അമ്പലപ്പുഴ തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ തനിച്ച് താമസിച്ചിരുന്ന 62കാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ പ്രതിക്കെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചു. മരിച്ച സ്ത്രീയുടെ വാച്ചും കൊലപാതക സമയത്ത് രണ്ടാം പ്രതി അനീഷ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും സ്ത്രീയുടെ വീട് കുത്തിത്തുറക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും തെളിവെടുപ്പിനിടെ പോലീസ് സംഘം കണ്ടെത്തി. ഒന്നാം പ്രതി തൃക്കുന്നപ്പുഴ മുട്ടേക്കാട്ടിൽ സൈനുലാബ്ദീൻ, രണ്ടാം പ്രതിയും ഇയാളുടെ ഭാര്യയുമായ അനീഷ എന്നിവരുമൊത്ത് കരുനാഗപ്പള്ളി മൈനാഗപ്പള്ളിയിൽ ഇവർ ഒളിവിൽ താമസിച്ചിരുന്ന വീട്ടിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അന്വേഷണ സംഘം തെളിവെടുത്തിരുന്നു. പോലീസിന്റെ അപേക്ഷ വെള്ളിയാഴ്ച പരിഗണിച്ച അമ്പലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി തിങ്കളാഴ്ച വൈകുന്നേരം വരെയാണ് അനീഷയെ കസ്റ്റഡിയിൽ വിട്ടത്. സൈനുലാബ്ദീന്റെ കസ്റ്റഡി കാലാവധി 4 ദിവസത്തേക്ക് നീട്ടുകയും ചെയ്തു. കൊലപാതകം നടന്ന ഒറ്റപ്പനയിലെ വീട്ടിൽ സൈനുലാബ്ദീനുമായി അന്വേഷണ സംഘം വെള്ളിയാഴ്ച തെളിവ് ശേഖരിച്ചു. സ്ത്രീയുടെ വീടിന്റെ അടുക്കളവാതിൽ കുത്തിത്തുറന്നാണ് പ്രതികൾ കൊലപാതകത്തിനായി അകത്ത് കടന്നത്. തേങ്ങ പൊതിക്കാൻ ഉപയോഗിക്കുന്ന ഇരുമ്പുപാരയും വെട്ടുകത്തിയും ഉപയോഗിച്ചായിരുന്നു വാതിൽ കുത്തിത്തുറന്നത്. ഇരുമ്പുപാര സ്ത്രീയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. വൈകുന്നേരമാണ് 2 പ്രതികളുമായി മൈനാഗപ്പള്ളിയിലെ വീട്ടിൽ പോലീസ് സംഘം തെളിവെടുത്തത്. വെട്ടുകത്തിയും കൊലപാതക സമയത്ത് അനീഷ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും മരിച്ച സ്ത്രീയുടെ വാച്ചും ഇവിടെ നിന്നാണ് കണ്ടെത്തിയത്. സ്ത്രീയുടെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച കമ്മൽ വിറ്റ കരുനാഗപ്പള്ളിയിലെ ജ്വല്ലറിയും പ്രതികളുമായി അന്വേഷണ സംഘം എത്തിയിരുന്നു. കടക്കാർ പ്രതികളെ തിരിച്ചറിഞ്ഞു. ഒറ്റപ്പനയിലെ വീട്ടിൽ പ്രതിയുമായി തെളിവെടുപ്പിനെത്തിയപ്പോൾ വലിയ ജനക്കൂട്ടമാണ് എത്തിയത്. പോലീസ് ശക്തമായ സുരക്ഷ ഒരുക്കിയിരുന്നു. 2 പ്രതികളുമായി സംഭവം നടന്ന വീട്ടിൽ ഇനിയും തെളിവെടുക്കും. അമ്പലപ്പുഴ ഇൻസ്പെക്ടർ എം പ്രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.